ഇസ്രായേൽ വേഴ്സസ് അറബ് രാജ്യങ്ങൾ 1990-കൾക്ക് മുൻപ് അല്ലെങ്കിൽ 1960 മുതൽ 80 വരെയുള്ള കാലഘട്ടം എടുത്താൽ ഈ രണ്ട് കക്ഷികൾക്കും ഇടയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള സാധാരണവൽക്കരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നതിന് ശേഷം ഇവ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ രണ്ട് കക്ഷികൾക്കും ഇടയിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ശത്രുത ക്രമേണ ഇല്ലാതായി എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ കത്തുന്ന തീയിൽ വീണ്ടും എണ്ണയൊഴിക്കുന്നത് പോലെ ഇസ്രായേൽ ഖത്തറിനെതിരെ ഒരു ആക്രമണം നടത്തി. പോരാത്തതിന് MLA ഹൂത്തികളെ ആക്രമിച്ചു. ഈ വശത്ത് ആരെല്ലാമാണോ ഇസ്രായേലിനെതിരെ നിൽക്കുന്നത്, അതിപ്പോ ഏത് രാജ്യമാണെങ്കിലും ശരി, അകത്തേക്ക് കടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ സമീപകാലത്ത് നടന്ന എസ്കലേഷൻസ് നോക്കിയാൽ ഗാസയെ പൂർണ്ണമായും ടേക്ക് ഓവർ ചെയ്യുന്നതിന്റെ ഒരു അപ്രൂവൽ ഇസ്രായേലിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ അപ്രൂവൽ ലഭിച്ചത് മാത്രമല്ല, ഹൂത്തികൾക്കെതിരായ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ സ്വപ്ന പദ്ധതിയായ ദ ഗ്രേറ്റർ ഇസ്രായേൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകാനും സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചില ലേഖനങ്ങൾ ഇതിനെപ്പറ്റി പുറത്തു വന്നിട്ടുണ്ട്. ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്താണ്, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള ഈ ഒരുമയില്ലായ്മ, ഇതിനുള്ള കാരണം എന്ത്? മൊസാദിനുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിനെക്കുറിച്ചുള്ള സത്യം എന്താണ്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അറബ് വേഴ്സസ് ഇസ്രായേൽ, ഇവരുടെ പ്രശ്നം അറിയണമെങ്കിൽ ചരിത്രം നമ്മളൊന്ന് മറിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊണ്ടത്, അല്ലെങ്കിൽ ഇസ്രായേലിയർക്ക് പ്രത്യേകം ഒരു പ്രദേശം നൽകിയതോ അറബ് രാജ്യങ്ങളിലെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരുപാട് യുദ്ധം സംഭവിച്ചിട്ടുണ്ട്. 6 ദിവസത്തെ യുദ്ധം, അല്ലെങ്കിൽ യോം കിപ്പൂർ വാർ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സംഭവിച്ചു. പക്ഷെ ഇസ്രായേൽ ആയിരുന്നു എല്ലാത്തിലും വിജയിച്ചത്. കാരണം ഇസ്രായേലിന് പിന്നിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങളുടെ പുറകിൽ ഞാനുണ്ടെന്ന് പറയാൻ അമേരിക്കയുണ്ട്. അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേലിനെ കൊണ്ട് ആ മേഖലയിൽ ഒരു പരിധിവരെയും ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പുതിയൊരു പ്രശ്നം നോക്കിയാൽ ഖത്തറിലെ ദോഹയിൽ ഹമാസ് നേതാക്കളെ കൊല്ലാനുള്ള ഇസ്രായേലിന്റെ ശ്രമമായിരുന്നു. വാസ്തവത്തിൽ തിങ്കളാഴ്ച ഒരു കൂട്ടം ഇസ്ലാമിക രാജ്യങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഒത്തുകൂടി. വിവിധ രാജ്യങ്ങൾ ഇതിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ പങ്കെടുത്തവർ എന്ത് സംസാരിച്ചിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിനുള്ളിലെ എയർഫോഴ്സ് കടന്നാക്രമണം നടത്തുന്നത് തന്നെ തെറ്റാണ്. അതും അവരുടെ സർക്കാർ സേനയിലുള്ള അധികാരികൾ താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ ഗവൺമെന്റ് അവരെ പോർട്രേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഗസ്റ്റുകൾ എന്നായിരുന്നു. ഖത്തർ ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങളുടെ ഗസ്റ്റിനെ ഇവർ ആക്രമിച്ചു എന്നാണ്. അപ്പോൾ ആ രാജ്യത്തിൽ ഗസ്റ്റായി അകത്തേക്ക് വന്നവർക്ക് നേരെ ഒരു ആക്രമണം നടന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയ ഒരു എസ്കലേഷൻ ആണ്. അവർക്കത് വളരെ ലളിതമായി അവസാനിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് കടന്നു, ഞങ്ങളുടെ ഗസ്റ്റുകളെ നിങ്ങൾ ആക്രമിച്ചു, അപ്പോൾ ഞങ്ങൾക്കൊരു യുദ്ധം പ്രഖ്യാപിക്കാനുള്ള എല്ലാ അവകാശവും അധികാരവും ഉണ്ടെന്ന് ഖത്തറിനെ കൊണ്ട് അവിടെ വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും. എന്നാൽ അമേരിക്കയുടെ ഒരു പ്രഷർ ഉണ്ട്. അമേരിക്കയുടെ എയർബേസ് ആണ് ഖത്തറിനെ സംരക്ഷിക്കുന്നത് തന്നെ. അതിന് പുറമെ അവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഇസ്രായേലിനെ പകയ്ക്കാൻ പാടില്ല എന്നതിനു വേണ്ടി വളരെ സേഫായി ഖത്തർ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നു. മറ്റു രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് തീരുമാനം എടുത്താലെങ്കിലും ഇസ്രായേലിന് നേരെ ഒരു പ്രഷർ ബിൽഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു സാങ്ഷൻസ് നൽകാൻ കഴിയും. എക്കണോമിക്കൽ ബ്ലോക്ക് ഹെഡ് എന്നൊക്കെ പറയുമല്ലോ, റഷ്യയിൽ ഇപ്പോൾ ചെയ്തതുപോലെ. അറ്റ്ലീസ്റ്റ് അതൊക്കെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഈ വന്നവരൊക്കെയും അവർക്കുള്ളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇസ്രായേലിനെതിരെ ഏത് തരം നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ആരും സംസാരിച്ചിട്ടേയില്ല. ലളിതമായി പറഞ്ഞാൽ ഈ എംടി റൂമിലിരുന്ന് സ്വന്തം ദുഃഖകഥകൾ സംസാരിച്ചു എന്നതല്ലാതെ എന്തിനു വേണ്ടിയാണ് അവരവിടെ വന്നത്, ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള കാരണം എന്ത്, ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചൊന്നും ആരും സംസാരിച്ചില്ല. എല്ലാ വാർത്താമാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ തിരഞ്ഞു നോക്കാം. ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ ഏതൊരു അറബ് രാജ്യത്തിനും ഇവിടെ ധൈര്യമില്ല എന്നതാണ് സത്യം. ഞാനീ പറയുന്ന കമന്റ് ഒരുപാട് പേര് ഒരുപക്ഷെ ട്രിഗർ ചെയ്തേക്കാം. എന്നാൽ ഇതാണ് സത്യം. ഈ അറബ് രാജ്യങ്ങൾ വിചാരിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ഗാസ ഇസ്രായേൽ പ്രശ്നത്തെ എത്രയോ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഗാസയെക്കുറിച്ചുള്ള വാർത്തകൾ ആരും അധികം കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. അടുത്തിടെ നമ്മളും ഈ ഒരു ടോപ്പിക് കവർ ചെയ്തിട്ടില്ല. പക്ഷെ ഗാസയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയണ്ടേ? മിക്കവാറും നിരവധി ആശുപത്രികളെല്ലാം അടച്ചുപൂട്ടി. വീണ്ടും ചില ബന്ധികൾ അകത്തുണ്ട്. ഒരുപാട് ജനങ്ങൾ ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ ഒന്നും ലഭിക്കാതെ പാടുപെടുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി റൂബി അടുത്തിടെ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. അവിടെ വന്നതിന് ശേഷം അദ്ദേഹം വെറുതെ അല്ല പോയത്. ഇവിടെ ഇസ്രായേലിന് ഒരു പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. ഗാസയെ പൂർണ്ണമായും ടേക്ക് ഓവർ ചെയ്യാം. ഈ ഗാസയിലെ മുഴുവൻ പ്രദേശവും പിടിച്ചെടുക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കും, അമേരിക്കയ്ക്കും ഇസ്രായേലിനും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്
ഗാസയിൽ വലിയൊരു നാശം തന്നെയാണ് വിതച്ചിട്ടുള്ളത്. ഗാസയെ സംബന്ധിച്ചിടത്തോളം 80% പ്രദേശങ്ങൾ, അവിടെയുള്ള കെട്ടിടങ്ങൾ എല്ലാം ഇതിനകം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി 20% 1-2 ജലശുദ്ധീകരണ പ്ലാന്റുകൾ, ചില ഓഫീസുകൾ, ചില ആശുപത്രികൾ, ചില പ്രധാനപ്പെട്ട ഓഫീസുകൾ, ഇവയെല്ലാം അവിടെ പ്രവർത്തിക്കുന്നു. അതായത് ഈ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടല്ലോ, 5-6 നില ഉയരമുള്ള കെട്ടിടങ്ങൾ, ഇവയുടെ ആകെ എണ്ണം ഒരു 29-30 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവയിൽ 4 എണ്ണം ഒറ്റ ദിവസത്തിൽ തകർത്തു. ഇതിന് ഇസ്രായേൽ ലളിതമായി പറഞ്ഞൊരു കാരണം എന്താണെന്ന് അറിയണ്ടേ? ഹമാസ് അവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തുകയായിരുന്നു. ഞങ്ങൾ തീവ്രവാദികളെ മാത്രമാണ് ഇല്ലാതാക്കിയത്, അല്ലാതെ ഞങ്ങൾ ജനങ്ങളെ ഒന്നും അവിടെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഇസ്രായേൽ അവരുടെ എല്ലാ പ്രസ്താവനകളിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. കേട്ടല്ലോ, പക്ഷേ ആന്റി ഇസ്രായേൽ അജണ്ട സംസാരിക്കുന്നു, ആന്റി ഹമാസ് അജണ്ട സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല. ന്യൂട്രലായി നിന്ന് നിങ്ങൾ ഈ വാർത്തകൾ കേൾക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ ഏതൊരു സൈഡിലും നിന്ന് സംസാരിക്കുന്നതല്ല. ഒരു സൈഡിലെ വാർത്തകൾ മാത്രമേ ഇവിടെ പ്രൊപ്പഗണ്ടയെ സംസാരിക്കണമെന്ന ആവശ്യമേ ഇല്ല. ന്യൂട്രലായി നിന്നുകൊണ്ട് നിങ്ങൾ നോക്കുക. ഏതൊരു ന്യൂസ് മാധ്യമങ്ങളും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ തിരഞ്ഞു നോക്കി സത്യം കണ്ടെത്താം. അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഗാസയ്ക്കുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന്. ഹമാസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി അകത്തേക്ക് പോയ ഇസ്രായേൽ ഹമാസ് നെറ്റ്വർക്കിനെ ഏകദേശം എലിമിനേറ്റ് ചെയ്തു. 90% അവരുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. എന്നിട്ട് കൂടിയും ഗാസയെ പൂർണ്ണമായും, അതായത് ഇനിയിപ്പോ ഹമാസ് തന്നെ ചിന്തിച്ചാലും അത് ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഹമാസ് വീണ്ടും ഒന്ന് ഫോം ആകണം, അവിടെ മറ്റെന്തെങ്കിലും പ്രശ്നം ചെയ്യണമെന്ന് അവർ ചിന്തിച്ചകത്തേക്ക് കടന്നാൽ പോലും സ്ഥലമുണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ എന്ന രീതിയിൽ മുഴുവൻ സിറ്റിയെയും ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഹമാസ് ബാധിക്കപ്പെട്ടു, ഇസ്രായേൽ ബാധിക്കപ്പെട്ടു, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത് നിരപരാധികളായ സാധാരണക്കാരാണ്. ഒരു ഫൂട്ടേജ് നിങ്ങളത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഒരു സ്ഥലത്ത് ഭക്ഷണം വിതരണം ചെയ്യുകയാണ്, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അവിടെ നിന്നൊരു 100-120 മൈൽ അകലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടം നിർവീര്യമാകുന്ന ഒരു വീഡിയോ. നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ കയ്യിൽ ഭക്ഷണം വച്ചുകൊണ്ട് കഴിക്കുകയാണ്. ആ ഭക്ഷണം നിങ്ങളുടെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. നിങ്ങളുള്ള സ്ഥലത്ത് നിന്നും 100-200 മീറ്റർ അപ്പുറത്ത് ഒരു വലിയ സ്ഫോടനം സംഭവിക്കുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ സാധിക്കുമോ സമാധാനത്തോടു കൂടി? ചിന്തിച്ചു നോക്കുക, അവിടെ എത്ര വലിയ പ്രശ്നമാണ് സംഭവിക്കുന്നത് എന്ന്. മുതിർന്നവർക്ക് പോലും ഇത്ര വലിയ പ്രശ്നമാണെങ്കിൽ ചെറിയ കുട്ടികൾ, അവർക്കൊരു ട്രോമ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യും. ഒരു പ്രശ്നം സംഭവിച്ചാൽ അത് അതോടുകൂടി അവസാനിക്കില്ല, ജനറേഷൻസിനെ അത് എഫക്റ്റ് ചെയ്യും. 4 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ ബന്ധുക്കൾ, തന്നെ പോലുള്ള ചെറിയ കുട്ടികൾ, ഇവരുടെ കാലുകൾ കൈകൾ പോകുന്നത്, കൺമുൻപിൽ തന്നെ അവർ മരിക്കുന്നതൊക്കെ കാണുമ്പോൾ അതവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ട്രോമയായി തന്നെ മാറും. പല രോഗങ്ങൾ അവർക്കത് വരുത്തി വയ്ക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ശരി, ഖത്തർ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചതേ ഇല്ല. ആരെങ്കിലും ഇതിനെക്കുറിച്ച് അപലപിച്ചോ? തുർക്കിയൊക്കെ പറയേണ്ടത് അത്യാവശ്യമാണ്. അറബ് രാജ്യങ്ങൾക്കുള്ളിൽ പ്രശ്നം വരുമ്പോൾ ഉടൻ തന്നെ ശബ്ദമുയർത്തുന്ന ആദ്യത്തെ രാജ്യം തുർക്കിയല്ലേ? അവർ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇസ്രായേലിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഇസ്രായേൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് എതിർത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. നിങ്ങൾ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തുർക്കി അവിടെ ഇടപെടും. പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാന് ആയുധം നൽകുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പാകിസ്ഥാനിലുള്ളവർ മാത്രമാണോ മനുഷ്യർ? അവിടെയുള്ളവർ മാത്രമാണോ തുർക്കിക്ക് സഹോദരങ്ങൾ? ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയേണ്ടത്? ഈ പാർഷ്വാലിറ്റി എന്നത് ഇവിടെ വളരെ വലുതാണ്. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷ്, ഇതിലൊരു സപ്പോർട്ട് നൽകുക, നൽകാതിരിക്കുക, അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. എന്നാൽ ഇത്ര വലിയൊരു പ്രശ്നം അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനെ ചോദ്യം ചോദിക്കാൻ ആർക്കും ഒരു ധൈര്യം പോലും വരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇസ്രായേലിനെ കോർണർ ചെയ്യണം, ഇസ്രായേലിനെ ഞങ്ങൾ ഇവിടെ പരാജയപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കും? നിങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഇസ്രായേലിനെ എതിർത്ത് ഒരു രാജ്യത്തെ കൊണ്ടും ഒരു ചോദ്യം ചോദിക്കാൻ പോലും കഴിയുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യണം, ഇസ്രായേലിനെ നിയന്ത്രിക്കണം, ആക്രമിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശയായി തോന്നുകയാണ്. ഇങ്ങനെ പറയുക എന്നതല്ലാതെ ഇതിനപ്പുറം കടന്ന് അവരെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഇന്നത്തെ ഗ്രൗണ്ട് റിയാലിറ്റി സംഭവിക്കുന്ന ഒരു കാര്യം. അടുത്തതായി ഹൂത്തികൾക്കെതിരെ നടത്തിയ ആക്രമണം. ഹൂത്തികളുടെ കൈകളിലേക്ക് 4-ലധികം ആയുധങ്ങൾ നിറച്ച കപ്പലുകൾ എത്തിയെന്ന കാര്യം ഞാൻ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ആ ഒരു വെപ്പൺ ഡെപ്പോട്ട്സിനെ നോക്കി ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹുദൈദ പോർട്ടിൽ ഈ കപ്പലിലെ ആയുധങ്ങൾ ഇത് എവിടെയാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ആ പോർട്ടിനെ ഞാൻ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മിസൈൽസ് ഈ ഹുദൈദ പോർട്ടിലേക്ക്, ഒരു 20-30 മിസൈൽസോളം അങ്ങോട്ടേക്ക് അയച്ച് ആക്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു മിനിമൽ എമൗണ്ട് ആണ്. ഇത്രയും കൂടുതൽ മിസൈൽസിനെ ആ പോർട്ടിലേക്ക് ഇസ്രായേൽ ഫയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹൂത്തികളുടെ വെപ്പൺ സൈറ്റ്സ് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒരേ ഒരു ബുള്ളറ്റ് പോലും ഹൂത്തികളെ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ അവർ സേഫായ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തോ? ഈ കഥ എന്താണെന്ന് അറിയില്ല. അവിടെ സ്ട്രൈക്ക് സംഭവിച്ചു. ഇത്രത്തോളം ഇന്റലിജൻസ് ഇൻപുട്ട് വളരെ കൃത്യമായി മൊസാദിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചാര ശൃംഖലകളിൽ ഒന്നായിട്ടാണ് നമ്മൾ മൊസാദിനെ അവകാശപ്പെടുന്നത്. അവർ ആ പേര് ഇപ്പോഴും കാത്ത് സംരക്ഷിക്കുന്നുമുണ്ട്. മൊസാദിനെ സംബന്ധിച്ചിടത്തോളം റീസെന്റായി, അതായത് ഖത്തറിലെ സമീപകാല ആക്രമണത്തെക്കുറിച്ച് പോലും അവർ പറഞ്ഞൊരു കാര്യം, ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് അവരാണ് ഖത്തറിലെ ആക്രമണം തീരുമാനിച്ചത്. ഞങ്ങൾ മൊസാദ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല, ഈ സ്ട്രൈക്കിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവർ പറഞ്ഞിരുന്നു. ഒരു ഇന്റലിജൻസ് ഇൻപുട്ട്, ഒരു ഇന്റൽ നെറ്റ്വർക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം ഗ്രൗണ്ട് കണക്ഷൻസ് ലഭിക്കണം. ഇപ്പൊ ഇസ്രായേലിലുള്ള ചാരന്മാർ ഖത്തറിനുള്ളിലുണ്ട്. അവിടെ ഖത്തറിലുള്ള ചില ആളുകളുടെ വിശ്വാസം അവർ നേടിയെടുക്കണം. ആ വിശ്വാസം നേടിയെടുത്താൽ മാത്രമേ ആ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചില ഇന്റൽ ഇൻപുട്സ് നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഖത്തറിൽ ഒരു ആക്രമണം നടത്തിയാൽ അവിടെയുള്ള ജനങ്ങളുമായുള്ള കണക്ഷൻസ് ഞങ്ങൾക്ക് കട്ടാകും, വിശ്വാസം കട്ടാകും എന്ന രീതിയിൽ ഞങ്ങൾ അവർക്ക് ഒരു വാണിംഗ് കൊടുത്തു. എന്നിട്ട് കൂടിയും മൊസാദിന്റെ അഭിപ്രായം കേൾക്കാതെ ഇസ്രായേൽ ഒറ്റയ്ക്ക് സ്ട്രൈക്ക് ചെയ്തു എന്ന രീതിയിൽ മൊസാദ് ഒരു കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതുവരെയും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മൊസാദ് പുറത്തുവിട്ടിട്ടില്ല. മറ്റ് രാജ്യങ്ങളുടെ ചാര സംഘടനകൾ പുറത്തുവിട്ട് കണ്ടിട്ടുമില്ല. എന്നിട്ടും ഇസ്രായേലിലെ മൊസാദ്, ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്പൈ യൂണിറ്റ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു എന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ സിമ്പിളായ ഒരു റീസൺ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു പ്രശ്നം അവർക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നു എന്നത് പുറത്ത് കാണിച്ചുകൊണ്ട് ഡൈവേർട്ട് ചെയ്തിട്ട് ഇതിനേക്കാൾ വലിയ എന്തോ ഒരു കാര്യം ഇസ്രായേൽ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പേജർ എക്സ്പ്ലോഷൻ പോലെ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും അറിയില്ല. പോരാത്തതിന് നെതന്യാഹു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ പോലും അത് ഇസ്രായേലിന്റെ ഒരു സോഴ്സ് പോലെയാണ്, അത് വെച്ച് ഞങ്ങളെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഐക്യമില്ലാത്തിടത്തോളം കാലം, നിങ്ങൾ ഇവർക്കെതിരെ തിരിഞ്ഞ് ഒരു ചോദ്യം ചോദിക്കാത്തിടത്തോളം കാലം, പ്രധാനമായും ഈ തുർക്കി പോലുള്ള രാജ്യങ്ങൾ, അവിടെയുള്ള നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് യാതൊന്നും ചോദിക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. പ്രധാനമായും ഇസ്രായേൽ ഗാസ പ്രശ്നത്തിൽ ആരും ഒന്നും ചോദിക്കാതെ ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.